നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 712 712. ഓം ഗം ഗണപതയേ നമഃ. ഓം സം സരസ്വത്യൈ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമഃ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. ഹരേ രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ഓം ശ്രീ രുക്മിണി സത്യഭാമ സമേത ശ്രീ ഗോപാലകൃഷ്ണസ്വാമിനേ നമാം. കഴിഞ്ഞ എപ്പിസോഡിൽ 204 സർഗത്തിലെ അവസാനത്തെ ശ്ലോകം നമ്പർ 76, ഭക്താവതംസങ്ങളെ എത്ര തന്നെ മാനിക്കലും തൃപ്തി വരാത്ത നാഥൻ സന്മാർഗം ഈ മട്ടൊരു ചെയ്തുമെല്ലേ മടങ്ങിനാൻ ദ്വാരവതിക്കു ഉദാരൻ എന്നാണ് പറഞ്ഞത്. ഇനി നമ്മൾക്ക് 205 സർഗത്തിലെ ശ്രുതിഗീത ഭാഗം 1. ഇതിൽ ഒന്നിലധികം ഭാഗങ്ങളുണ്ട്, അതുകൊണ്ടാണ് ഭാഗം 1 എന്ന് പറയാൻ കാരണം. ജ്ഞാനം ബ്രഹ്മത്തെയും ഭക്തി ഭഗവാനെയും ഈ വിധം തെളിയിച്ചിടും എന്നുള്ളിൽ ഓർത്തുകൊണ്ട് ഉത്തരാസുതൻ, ഉത്തരയുടെ മകൻ, ജ്ഞാനം ബ്രഹ്മത്തെയും ഭക്തി ഭഗവാനെയും ഈ വിധം തെളിയിച്ചിടും. എവിടെ? എന്നുള്ളിൽ. അറിവുണ്ടായാൽ ബ്രഹ്മത്തെ മനസ്സിലാക്കാം, ഭക്തി ഉണ്ടായാൽ ഭഗവാനെ മനസ്സിലാക്കാം. ഇത് രണ്ടും നടക്കുന്നത് ഉള്ളിലാണ്, പുറത്തല്ല. ഈ ഒരു ബേസിക് എലിമെൻറ്റ്സ് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിൽ നമ്മളതിനെ ബാഡ് എലിമെൻറ്റ്സ് വഹിക്കും. എങ്ങനെ വഹിക്കും? ഇല്ലാത്ത കാശുണ്ടാക്കി എന്താണെന്ന് പറയുക, വേർപാടുകൾ അല്ലെങ്കിൽ പരിഹാരക്രിയകൾ എന്നൊക്കെ പറഞ്ഞിട്ട് അബദ്ധജടിലമായിട്ടുള്ള സ്ഥിതിയിലെത്തും. അതുകൊണ്ടാണ് ജ്ഞാനം ബ്രഹ്മത്തെയും ഭക്തി ഭഗവാനെയും ഈ വിധം തെളിയിച്ചിടും എന്നുള്ളിൽ ഓർത്തുകൊണ്ട് ഉത്തരാസുധൻ, അതായത് പരീക്ഷത്ത് ഗംഗാതീരത്തിൽ മുനുമാർ ഉത്സാഹം കൊണ്ടു വാഴ്കവേ ചോദിച്ചാൻ അങ്ങനെ ശുഖബ്രഹ്മർഷിയോടുമല്ലവേ. ഭാഗവതം പറഞ്ഞു കൊടുക്കുകയാണ്. ആർക്ക്? പരീക്ഷത്തിന്. ആരാ പറഞ്ഞു കൊടുക്കുന്നത്? ശുഖബ്രഹ്മർഷി. അപ്പോൾ ഗംഗാതീരത്തിൽ മുനുമാരുത്സാഹം കൊണ്ടു വാഴ്കവേ ചോദിച്ചാൻ അങ്ങനെ ശുഖബ്രഹ്മർഷിയോടുമല്ലവേ. എന്താ ചോദിച്ചത് എന്നാണ് പറയണത്. ബ്രഹ്മം നിർഗുണവും വാക്കിന്ന ഗോചരവുമല്ലയോ? അതെ, ബ്രഹ്മം നിർഗുണവും വാക്കിന്ന ഗോചരവുമല്ലയോ? ഗുണവൃത്തികൾ വേദങ്ങൾ അത് വർണ്ണിപ്പതെങ്ങനെ? എങ്ങനെയാണ് അതിനെ മനസ്സിലാക്കുക? അറിയുന്നില്ല അതിൻ തത്വം അരുളി ചെയ്യണം പ്രഭു. പരീക്ഷത്ത് മഹാരാജാവ് നമ്മൾക്ക് വേണ്ടി, നമ്മളെപ്പോലുള്ളവർക്ക് വേണ്ടി ശുഖബ്രഹ്മർഷിയിൽ നിന്ന് സംശയ നിവാരണം ചെയ്യണം. അറിയുന്നില്ല അതിൻ തത്വം അരുളി ചെയ്യണം പ്രഭു. വ്യാസാത്മജൻ ഭക്തിയിങ്കൽ മുഴുകി ചൊല്ലി ഇങ്ങനെ. വ്യാസാത്മജൻ, വ്യാസരുടെ മകനായിരിക്കുന്ന ശുഖബ്രഹ്മർഷി ഭക്തിയിൽ മുങ്ങിയിട്ട് ഉത്തരം പറയാൻ തുടങ്ങി. നാമരൂപങ്ങളാൽ പാരിനഴകേറ്റും പരാൽ പരൻ. ഭഗവാൻ ഈശ്വരൻ നാമരൂപങ്ങളാൽ പാരിന്, ഭൂമിക്ക്, പ്രപഞ്ചത്തിന് അഴകേറ്റും, അതായത് ആനന്ദം വർദ്ധിപ്പിക്കും. പരാൽപരൻ ബുദ്ധീന്ദ്രിയമന പ്രാണാദികളേകി മനുഷ്യനിൽ. ബുദ്ധി, ഇന്ദ്രിയങ്ങൾ, മനസ്സ്, പ്രാണാദികളെ ഏകി മനുഷ്യനിൽ. എന്നിട്ടോ ലോകത്തിലൂടെ ആത്മാവിൽ ചെന്നു സമ്പന്നനാക്കുവാൻ. ലോകത്തിലൂടെ, ജീവിതയാത്രയിൽ കൂടെ ആത്മാവിൽ ചെന്നു സമ്പന്നനാക്കുവാൻ. അപ്പം ലൗകികതയുടെ ബാങ്ക് ബാലൻസ് സമ്പത്തല്ല ഇവിടെ പറഞ്ഞത്. പിന്നെന്തോ? അറിവ്, ജ്ഞാനം. ചെന്നു സമ്പന്നനാക്കുവാൻ. ദോഷങ്ങൾ കണ്ടറിഞ്ഞുള്ളം എത്രയും ശുദ്ധമാക്കുവാൻ. മനസ്സിനുള്ള ദോഷവശങ്ങൾ അതിന് അഴുക്ക് പുരളും.
അതിനെങ്ങനെ ഇല്ലാണ്ടാക്കാൻ പറ്റും? ദോഷങ്ങൾ കണ്ടറിഞ്ഞ ഉള്ളം എത്രയും ശുദ്ധമാക്കുവാൻ ധർമ്മപ്രകാരം ജീവിച്ചു മന്നിനു മുതൽ കൂട്ടുവാൻ. ധർമ്മപ്രകാരം ജീവിക്കണം, അധാർമികമായ രീതിയിൽ പാടില്ല. ധർമ്മപ്രകാരം ജീവിച്ചു മന്നിനു മുതൽ കൂട്ടുവാൻ ജ്ഞാനം കൊണ്ടും ഭക്തി കൊണ്ടും പരമാനന്ദമാർന്നിടാൻ. ശ്രദ്ധിക്കണം. ധർമ്മപ്രകാരം ജീവിച്ചു മന്നിനു മുതൽ കൂട്ടുവാൻ ജ്ഞാനം കൊണ്ടും ഭക്തി കൊണ്ടും പരമാനന്ദമാർന്നിടാൻ. ഇതൊന്നും ഏകിയില്ലെങ്കിൽ കർമ്മമോ തൻ ഫലങ്ങളോ ശമാധിജ്ഞാനമോ ഭക്തി കീർത്തന ശ്രവണാദിയോ. ശ്രദ്ധിക്കുക, ഇതൊന്നുമേകിയില്ലെങ്കിൽ കർമ്മം നന്നാവില്ല, അതിൻ്റെ കർമ്മഫലങ്ങൾ നന്നാവില്ല, ശമാധിജ്ഞാനം ഉണ്ടാവില്ല, ഭക്തി കീർത്തന ശ്രവണാദിയോ പരമേശ്വരനാം തന്നോടണഞ്ഞിടേണ്ടും ആശയോ. അതായത് തത്വങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് ജീവിച്ചാൽ പരമേശ്വരനാം തന്നോടണഞ്ഞിടേണ്ടും ആശയോ വലുതാവും. ഒരു നാളും ഉദിക്കില്ലെന്നോർത്തു ബുദ്ധി തുടർന്നവ, ഒരു നാളും ഉദിക്കില്ലെന്നോർത്ത് ബുദ്ധി തുടർന്നവ നിർമ്മിച്ച് അലിഞ്ഞ് അരുളിനാൻ ഭഗവാൻ കരുണാനിധി. ആരേനെ പറഞ്ഞത്? സാക്ഷാൽ ശുഖബ്രഹ്മർഷി. നിർമ്മിച്ച് അലിഞ്ഞ് അരുളിനാൻ ഭഗവാൻ കരുണാനിധി. ബ്രഹ്മഗ്രാഹകമാം അത്യത്ഭുത ശക്തി മനുഷ്യനിൽ അത്യത്ഭുതങ്ങളായ ശക്തി ഉൾക്കൊള്ളുന്നുണ്ട്. നമുക്കറിയില്ല. എന്താ അറിയാണ്ടിരിക്കാൻ കാരണം? ശാസ്ത്രബോധമില്ല നമുക്ക്. നമ്മുടെ ഉള്ളിൽ ബ്രഹ്മാനുസന്ധാനം ചെയ്യാനുള്ള കഴിവുണ്ട്. പക്ഷെ നമ്മൾ കറുത്ത ദിവസം കറുത്ത പൂച്ചേനെ കോഴീനെ തപ്പുകയാണ്. എവിടെയാണ് കിടക്കണത് കോഴി ഉറങ്ങണത്? കൂട്ട് കയറിയിട്ടില്ല. ഞാൻ പറഞ്ഞ വർഷമുണ്ടോ? നിർമ്മിച്ച് അലിഞ്ഞരുളിനാൻ ഭഗവാൻ കരുണാനിധി. ബ്രഹ്മഗ്രാഹകമാം അത്യത്ഭുത ശക്തി മനുഷ്യനിൽ പ്രത്യേകം അരുളിയിടുന്നതാകയാൽ അതു കേവലം ശബ്ദഗോചരമല്ലെന്ന് ശബ്ദങ്ങളെ കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കില്ല. പിന്നെയോ അനുഭൂതി കൂടെ മനസ്സിലാക്കാം. ശബ്ദഗോചരമല്ലെന്നു ചൊൽകയാണു മനീഷികൾ. ഋഷീശ്വരന്മാർ പറയണു ശബ്ദഗോചരമല്ല. സത്വാദിയാം പ്രാകൃതമാം ഗുണമേതേതു മട്ടിലും. സത്വാദിയാം, സത്വം രജസം തമസ്, പ്രാകൃതമാം ഗുണം ഏതേതു മട്ടിലും ബ്രഹ്മത്തെപ്പോലെ ഭഗവാനെയും മുട്ടിൽ ഒരിക്കലും. അപ്പം ബ്രഹ്മത്തെയും ഈശ്വരനെയും മനസ്സിലാണെങ്കിൽ ഭക്തി ജ്ഞാന വൈരാഗ്യങ്ങളാകുന്ന 3 പഠിപ്പ് വേണം, അല്ലെങ്കിൽ 3 ഇൻഗ്രീഡിയൻസ് വേണം. അപ്രാകൃതങ്ങളാം ശുദ്ധജ്ഞാന ആനന്ദാദി സർവവും. പ്രാകൃതങ്ങളല്ലാത്തതെന്നാ. പ്രാകൃതങ്ങളാണ് പ്രകൃതിയുടെ ഗുണങ്ങൾ. എന്നാൽ അപ്രാകൃതങ്ങളാം ശുദ്ധജ്ഞാനാനന്ദാദി സർവവും രണ്ടും ഒന്നാകയാലെങ്ങും വിളങ്ങിയിടും അസംശയം. ഈശ്വരൻ സർവജ്ഞനാണ്, സർവവ്യാപിയാണ് എന്നുള്ളൊരറിവുണ്ടാവണമെങ്കിൽ എന്ത് വേണം? അപ്രാകൃതങ്ങളായ ശുദ്ധജ്ഞാന ആനന്ദാദികൾ മനസ്സിൽ വരണം. ഇനി 14ാമത്തെ ശ്ലോകം ഞാൻ എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്. അൾട്ടിമേറ്റ് എന്നൊരു കമൻറ്റ് എഴുതിയിട്ടുണ്ട്. അതെന്താ? വിശുദ്ധമാനസന്മാരായവർ തൻ മുമ്പിൽ ഈശ്വരൻ എന്നും ഗോചരനായി തന്നെ മിന്നും കാരുണ്യവായ്പിനാൽ. ഭഗവാന് ഭക്തനോട് കാരുണ്യം തോന്നിയാൽ ആ ഭക്തന് ഭഗവാൻ നഗ്നഗോചരങ്ങളാൽ കാണപ്പെടാം. ടേക്ക് ഇറ്റ് ഫ്രം മീ, ഇറ്റ് ഈസ് എ ഫാക്ച്വൽ ഇൻഫർമേഷൻ. എനിക്ക് നിങ്ങളെ തെറ്റിദ്ധരിപ്പിക്കേണ്ട ആവശ്യമില്ല. ഇത് ഭാഗവതാണ്. ഭഗവാനെ പറ്റി പറഞ്ഞതും ഭഗവാനാൽ പറഞ്ഞതാണ്. വിശുദ്ധമാനസന്മാരായവർ തൻ മുമ്പിൽ ഈശ്വരൻ എന്നും ഗോചരനായി തന്നെ മിന്നും കാരുണ്യവായ്പിനാൽ
താപിനീ ശ്രുതിയും മറ്റും മുകുന്ദോപാസനാക്രമം. താപിനീ ശ്രുതി ഒരു ഗ്രന്ഥാണത്. താപിനീ ശ്രുതിയും മറ്റും മുകുന്ദോപാസനാക്രമം വർണ്ണിച്ചു തന്നെ ചിൽക്കാമ്പിൽ വിളയാടുകയല്ലയോ. ചിൽക്കാമ്പിൽ, അകത്ത് ചിതാകാശ ഗുഹയിൽ വർണ്ണിച്ചു തന്നെ ചിൽക്കാമ്പിൽ വിളയാടുകയല്ലയോ. ഈ മട്ടിലാണു വേദങ്ങൾ അദ്വൈത ബ്രഹ്മവസ്തുവിൽ. വേദങ്ങൾ അദ്വൈത വസ്തുവിൽ. ഈ മട്ടിലാണു വേദങ്ങൾ അദ്വൈത ബ്രഹ്മവസ്തുവിൽ സഞ്ചരിക്കുവതെന്നോർത്തുകൊണ്ടാലും ഗുരുനന്ദന. ഇത് മനസ്സിലാക്കിയാൽ മതി. എന്താ പറയുക, പരീക്ഷിത് മഹാരാജാവേ, ഈ മട്ടിലാണു വേദങ്ങൾ അദ്വൈത ബ്രഹ്മവസ്തുവിൽ സഞ്ചരിക്കുവതെന്നോർത്തുകൊണ്ടാലും ഗുരുനന്ദന. ബ്രഹ്മത്തെ തന്നെ വർണ്ണിക്കുന്ന ഈ ഉപനിഷത്ത് യവൻ. ആരാണ് ബ്രഹ്മത്തെ തന്നെ വർണ്ണിക്കുന്ന ഈ ഒരു ഉപനിഷത്ത് പഠിക്കുന്നത്? ധരിച്ചിടും അവൻ ഭക്തോത്തസമ്മായേ വിളങ്ങിടും. അവൻ ആരാണ്? ഭക്തന്മാരിൽ ഉത്തമനായി വിളങ്ങുന്ന. ധരിച്ചിടും അവൻ ഭക്തോത്തംസമായേ വിളങ്ങിയിടും, ഹംസമായിട്ട്. സനകാദി മഹാത്മാക്കൾ ഇതേ വാസ്തവം എപ്പോഴും ഉത്സാഹപൂർവം പല നാളുഘോഷിച്ചു ചെയ്തതാം. സനകാദി മഹാത്മാക്കൾ, 4 ആൾക്കാർ, സനന്ദൻ, സനൽകുമാരൻ, അല്ലേ? സനകാദി മഹാത്മാക്കൾ ഇതേ വാസ്തവം എപ്പോഴും ഉത്സാഹപൂർവം പല നാളുഘോഷിച്ചുര ചെയ്തതാം. ഇതിന്നു ദേവമുനിയും നാരദർ, നാരായണ മഹർഷിയും, നരനാരായണ മഹർഷി, ഇതിന് ദേവമുനിയും നരനാരായണ മഹർഷിയും തമ്മിലുണ്ടായ സംവാദം കേട്ടതൊന്നുര ചെയ്തിടാം. ഞാൻ കേട്ടിട്ടുള്ളത് പരമസത്യം നിങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കി തരാം എന്ന് പറയണു. ബദരീനാഥനെ കാൺമാൻ ഒരു നാൾ മുനി നാരദൻ ചെന്നാൻ, വിശ്വത്തിലെങ്ങെങ്ങും യഥേഷ്ടം സഞ്ചരിക്കുവോൻ. ആരാണ് നാരദമുനി? വിശ്വത്തിൽ അങ്ങുമിങ്ങും തടസ്സമില്ലാണ്ട് സഞ്ചരിക്കുന്നവനാ നാരദമുനി. ബദരീനാഥനെ കാണാൻ, ബദരികാശ്രമത്തിൽ ബദരീനാഥനെ കാണാൻ ഒരു നാൾ മുനി നാരദൻ ചെന്നാൻ, വിശ്വത്തിലെങ്ങെങ്ങും യഥേഷ്ടം സഞ്ചരിക്കുവാൻ. അദ്ദേഹത്തിന് പ്രപഞ്ചത്തിൽ എവിടെ വേണമെങ്കിലും കയറി ചെല്ലാനുള്ള സാവകാശമുണ്ട്, അനുവാദമുണ്ട്. എന്നിട്ടോ അതെന്തിന്? മർത്യൻ്റെ മംഗളം കാക്ഷിച്ചിതേ ഭാരതഭൂമിയിൽ തപസ്സു ചെയ്തുകൊണ്ടെന്നും മിന്നും ഭാഗവതോത്തമൻ. നാരദരാരാ? ഭാഗവതോത്തമൻ. മർത്യൻ്റെ മംഗളം കാക്ഷിച്ച് ഇതേ ഭാരതഭൂമിയിൽ ലോകരുടെ പ്രീതിക്ക് വേണ്ടി തപസ്സു ചെയ്തുകൊണ്ടെന്നും മിന്നും ഭാഗവതോത്തമൻ ഭഗവാനോട് ചോദിച്ചാൻ ഇതേ ചോദ്യം വിനീതനായി. അദ്ദേഹം ഇതേ ചോദിക്കണ്ടായി. മഹർഷിമാരോടും ചേർന്ന് വിശേഷൻ വിലസിയിടവേ. മഹർഷിമാരോടുകൂടി ഭഗവാൻ വിലസിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ചോദിച്ചത്. അതിനുത്തരം ഈ വണ്ണം മോദിനാൻ അഖിലേശ്വരൻ. അതിന് മറുപടി പറഞ്ഞത് എന്താണ്? അത് ഞാൻ പറയാം. അതിന് ഉത്തരം ഈ വണ്ണം മോദിനാൻ അഖിലേശ്വരൻ. ബ്രഹ്മസത്രം അനുഷ്ഠിച്ചു ജനലോക നിവാസികൾ. ബ്രഹ്മസത്രം അനുഷ്ഠിച്ചു ജനലോക നിവാസികൾ, ജനത്തിലെ ലോകര്. സനകാദികൾ പണ്ട് അന്ന് നൈഷ്ഠിക ബ്രഹ്മചാരികൾ, ഈ 4 ആൾക്കാർ സനകാദി മുനിശ്രേഷ്ഠന്മാർ നൈഷ്ഠിക ബ്രഹ്മചാരികളാണ്. എന്താ? നിഷ്ഠയോടുകൂടി ബ്രഹ്മചര്യവ്രതം അനുവർത്തിക്കുന്ന ആൾക്കാരാണ്. ഇതേ വിമർശനം ചെയ്താൽ എത്രയും ഭക്തിപൂർവകം. അപ്പം സനകാദികൾ പണ്ട് ഇത് ചോദിക്കും പറയുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ശ്വേതദീപത്തിലേക്കന്നാണ് അളഞ്ഞിടുക കാരണം. ശ്വേതദീപത്തിലേക്കണഞ്ഞ അളവ്, ശ്വേതദീപത്തിലേക്ക് അന്ന് ആളണഞ്ഞിടുക കാരണം. കേട്ടില്ല നീ അതെല്ലാം ഞാൻ ഇന്ന് ഇതാ വിസ്തരിച്ചിടാം.
അത് ഇപ്പം ഞാൻ വിസ്തരിച്ച് പറഞ്ഞു തരാം എന്നാണ് പറഞ്ഞത്. പിന്നീടതാരും ഈ വണ്ണം ചോദിച്ചിട്ടില്ല ദേവരെ. ആ ചോദ്യം അല്ലെങ്കിൽ ഈ ചോദ്യം ഇതുവരെ വേറെ ആരും ചോദിച്ചിട്ടില്ല. അപ്പോൾ കാലക്രമത്തിൽ അന്ന് പറഞ്ഞതും കേട്ടതൊക്കെ മൺമറിഞ്ഞു പോയി കാണും. അങ്ങനെയാണല്ലോ. പിന്നീടതാരും ഈ വണ്ണം ചോദിച്ചിട്ടില്ല ഇതേവരെ, അന്ന് ചൊല്ലിയതോ സർവം സനന്ദ മഹർഷിയാം. സനന്ദൻ എന്ന മഹർഷിയാണ് അന്ന് ഇതിന് ഉത്തരം പറഞ്ഞത് എന്ന് പറയുന്നു. സർവശക്തികളും തന്നിൽ ഒതുക്കി നിഖിലേശ്വരൻ. സർവശക്തികളും ഉള്ളിൽ ഒതുക്കി നിഖിലേശ്വരൻ. പള്ളികൊള്ളുകെ വിഭാതത്തിലെത്രയും മെല്ലവേ പള്ളികൊള്ളുകെ വിഭാതത്തിൽ എത്രയും മെല്ലെ രാജാവിനെ ചെന്നു വിളിച്ചു വാഴ്ത്തി സ്തുതിച്ചു വൈതാളികരെന്ന പോലെ. വൈതാളികന്മാർ സ്തുതിഗീതങ്ങളെ കൊണ്ട് ഉറക്കം ഉണർത്തുന്നവർ, രാജാക്കന്മാരെ ദേവന്മാരേനൊക്കെ ഉണർത്തി വേദങ്ങൾ അനന്തകോടി ബ്രഹ്മാണ്ട സാമ്രാട്ടിനെ ഇപ്രകാരം താഴെ പറയുന്ന പോലെ. ഇതി ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനേ ലീലാകാണ്ഡേ പഞ്ചാധിക ദിശതമസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രുതിഗീത 2 206 സർഗം. ശ്രുതിഗീത 2 എന്താ പറഞ്ഞത്? ശ്രുതിഗീത പിന്നെ അത്യാവശ്യം ഈ രണ്ടാമത്തെ ഭാഗം ശ്രുതിഗീത ഒരു 3-4 ദിവസം എടുക്കും. അതായത് 212 ശ്ലോകങ്ങളുണ്ട് ഈ പാർട്ടിൽ. ജയിച്ചാലും ശ്ലോകം 1. ജയിച്ചാലും ദേവദേവാ മഹാപ്രഭോ. ജയിച്ചാലും ദേവാ മഹാപ്രഭോ. ജഗത്തിലുളവാം നാനാവിധമാം ജീവരാശി. അങ്ങ് എന്തിനു വേണ്ടിയിട്ടാണ് വിജയിക്കേണ്ടത്? ഈ ജീവരാശികളെ അനുഗ്രഹിക്കാൻ വേണ്ടിയിട്ട്. ഗുണങ്ങളെന്നും പേർ വെച്ചു രാഗദ്വേഷമതാദിയാൽ. നമ്മുടെ കുഴപ്പമെന്താ? ഗുണങ്ങൾ എന്നും പേർ വെച്ചു രാഗദ്വേഷമതാദിയാൽ വിഭ്രമം നൽകി ഉൾക്കാമ്പിൽ വിളങ്ങും സർവമേന്മയും. നമ്മുടെ ഉള്ളിൽ എല്ലാ മേന്മയും ഉള്ളൊരു ചൈതന്യമുണ്ട് എന്ന് നമ്മൾ അറിയാണ്ട് പോയതാണ് ദോഷം. ദേവനെ തിരഞ്ഞ് പോണ്ട. ദേവൻ ഉള്ളിൽ വസിക്കുന്നുണ്ട്. ഈശ്വരൻ, ദേവനല്ല, ഈശ്വരൻ ഭഗവാൻ നമ്മുടെ ഉള്ളിലുണ്ട് എന്നുള്ള അറിവാണ് നമ്മൾക്ക് വേണ്ടത്. കെടുത്തും മായയെ തീരെ നശിപ്പിക്കണം മാവിധം. നമ്മുടെ ഉള്ളിലുള്ള മായയെ നശിപ്പിക്കാൻ നമ്മുടെ ഉള്ളിലുള്ള ചൈതന്യത്തിന് സാധിക്കൂ. കെടുത്തും മായയെ തീരെ നശിപ്പിക്കണം മാവിധം. കനിവാർന്നേ ജയിച്ചാലും കമനീയ ഗുണാലയ. ബ്രഹ്മം മൂർത്തീഭവിച്ചവനെ നമ്മൾ ഓരോരുത്തരും കനിവാർന്ന് ജയിച്ചാലും കമനീയ ഗുണാലയ. വർണ്ണിക്കാൻ സാധിക്കാത്തത്ര ഗുണമുണ്ട് അതിന്. നീളും സ്വപ്നപ്രപഞ്ചത്തിൽ ഉറങ്ങുന്നോരെയൊക്കെയും ഉൾക്കാമ്പലിഞ്ഞ് നീ തന്നെ ഉണർത്തി ഇനിയെങ്കിലും. ഉറക്കം നടിച്ച് കിടക്കണവരെയും ഉറങ്ങിക്കൊണ്ടിരിക്കണേനും എണീപ്പിക്കേണ്ട സമയമായി എന്നാണ് പറഞ്ഞത്. ഒന്നും അറിയാതെ കണ്ട് ജീവിക്കുന്ന ആൾക്കാരുണ്ട്. ജീവിതം എന്താണെന്ന് അറിയാണ്ട് ജീവിക്കണവർ, അത് തെറ്റ്. ജീവിതം എന്താണെന്ന് അറിയണം. ജീവിതം ഈ ജന്മം തന്നെ കഴിയുന്നതിന് മുമ്പ് മോക്ഷേച്ഛുക്കളായി മോക്ഷത്തെ പ്രാപിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കണം. നീളും സ്വപ്നപ്രപഞ്ചത്തിൽ ഉറങ്ങുന്നോരെയൊക്കെയും ഉൾക്കാമ്പലിഞ്ഞു നീ തന്നെ ഉണർത്തി ഇനിയെങ്കിലും. തൃപ്പാദപത്മഭജനം. ഭഗവാന്റെ ഈശ്വരൻ്റെ തിരുപാദപത്മങ്ങളെ സേവിക്കാൻ നിവർത്തിയുള്ളൂ. തൃപ്പാദപത്മഭജനം ചെയ്യിച്ചിടണം അച്യുതാ. ഭഗവാനെ അവരവരുടെ ഉള്ളിലിരുന്നിട്ട് അവരവരെ അച്യുതനിൽ പ്രേമം ഉള്ളതായിട്ട് കണക്കാക്കണം.
തൃപ്പാദ പത്മഭജനം ചെയ്യിച്ചിടണം അച്യുതാ. കർമ്മജ്ഞാനങ്ങൾ കൊണ്ടൊന്നും ആർക്കും മായയെ വെല്ലുവാൻ. കർമ്മജ്ഞാനങ്ങൾ നമ്മുടെ തെറ്റിദ്ധാരണയാണ്. നമ്മൾക്ക് അറിവുണ്ടെങ്കിൽ നമ്മൾക്ക് മായയെ ജയിക്കാം. അല്ല, ഈശ്വരൻ്റെ അനുഗ്രഹമാണ്. കാരണം ഈ മായ ആരുടെ അണ്ടർലാ? ഭഗവാന്റെ. ഭഗവാനാണ് മായയെ ജനിപ്പിച്ചിട്ടുള്ളത്. മായയുടെ നിയന്ത്രിതാവ് ഭഗവാനാണ്. അപ്പോൾ ആ ഭഗവാൻ കഴിഞ്ഞാലാണ് നമുക്ക് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. തൃപ്പാദ പത്മഭജനം ചെയ്യിച്ചിടണം അച്യുതാ. കർമ്മജ്ഞാനങ്ങൾ കൊണ്ടൊന്നും ആർക്കും മായയെ വെല്ലുവാൻ ആവതല്ല. അസ്വതന്ത്രം താനെന്നും ഈ ലോകം ആകയാൽ ലോകവും ലോകരും അസ്വതന്ത്രരാ. ഈശ്വരൻ സ്വതന്ത്രനാണ്. അപ്പോൾ ഈശ്വരാധീനം നമുക്കുണ്ടാവണം. ബുദ്ധീന്ദ്രിയാദി നിർമ്മിച്ച വിധം ചെയ്യണം മായതും. നമ്മളെങ്ങനെ ചെയ്യത്? ബുദ്ധി ഇന്ദ്രിയാദി നിർമ്മിച്ച വിധം ചെയ്യണം ആയതും. ഓം നമഃ എഴുതി വെച്ചിട്ടുണ്ട്. സൃഷ്ട്യാദി കർമ്മവും സ്വാഭാവിക ജ്ഞാനബലാദിയും. മനുഷ്യന്മാരിൽ എന്തുണ്ട്? സൃഷ്ടി ചെയ്യാനുള്ള വൈദഗ്ധ്യമുണ്ട് നമ്മൾക്ക്, പരിപാലിക്കാനുണ്ട്, വേണ്ടി വന്നാൽ ലയിപ്പിക്കാനും നമുക്ക് സാധിക്കും. അപ്പോൾ സൃഷ്ട്യാദി കർമ്മവും സ്വാഭാവിക ജ്ഞാനബലാദിയും, നല്ല ബലം, സ്വാഭാവിക ബലാദിയും രണ്ടും വർണ്ണിച്ചുകൊണ്ട് അല്ലി സേവിപ്പൂ ഞങ്ങൾ നാഥനെ. എങ്ങനെയാണ് നമ്മൾ ഭഗവാനെ? സൃഷ്ട്യാദി കർമ്മവും സ്വാഭാവിക ജ്ഞാനബലാദിയും രണ്ടും വർണ്ണിച്ചുകൊണ്ടല്ലി സേവിപ്പൂ ഞങ്ങൾ നാഥനെ. വികാരമുള്ള വസ്തുക്കൾ വിവരിക്കുകിലും വിഭോ. വികാരമുള്ള വസ്തുക്കൾ വിവരിക്കുകിലും വിഭോ. നിന്നിൽ വന്നവ ചേർന്നിടാതിരുന്നീടിൽ ഒരിക്കലും. നിന്നിൽ വന്നവ ചേർന്നിടാതിരുന്നീടിൽ ഒരിക്കലും. സവിതാവിനെയും സവിതാവിനെയും മറ്റും പലരും സേവ ചെയ്യലും സന്തോഷിക്കാതിരുന്നീടിൽ അവിടുന്നെന്നു തീർച്ചയാം. അതായത് ഈശ്വരനെ ഭജിക്കാണ്ട ഇതര ദേവതമാരെ ഭജിച്ചിട്ട് കാര്യമില്ല. കാരണം എന്താ? ഇതര ദേവതമാർ ഭഗവാനെ ഭയന്നിട്ടാണ് അവരവരവരുടെ കൃത്യം നടത്തുന്നത്. അവർക്ക് നമ്മുടെ ആയുസ് ഒരു ദിനം കൂട്ടാനോ കുറയ്ക്കാനോ ദേവതകൾക്ക് സങ്കല്പിക്കാനും കൂടി പറ്റില്ല. ഈശ്വരനോ ജനിക്കാണ്ട് നോക്കാൻ പറ്റും. അപ്പോൾ സവിതാവിനെയും മറ്റും പലരും സേവ ചെയ്യലും സന്തോഷിക്കാതിരുന്നീടിൽ അവിടുന്നെന്നു തീർച്ചയാം. പിന്നെ ഇനി ഇവിടുന്ന് അങ്ങോട്ട് 2 ശ്ലോകമുണ്ട്. ഏതാ? 10ഉം 11ഉം അൾട്ടിമേറ്റാണത്. അപ്പോൾ പറഞ്ഞു, ബ്രഹ്മരുദ്രാദിദേവന്മാരെന്നല്ലി കാൺമതൊക്കെയും അന്ത്യകാലത്ത് നിന്നിൽ താൻ വന്നു ചേർന്നു ലയിക്കയാൽ. ഈ ബ്രഹ്മചൈതന്യം അല്ലാത്ത മറ്റ് ദേവതകളൊക്കെ മഹാപ്രളയകാലത്ത് ഭഗവാന് ലയിക്കുകയാണ്. അപ്പോൾ അവർ സ്വതന്ത്രരല്ല, ഭഗവാൻ സ്വതന്ത്രനാണ്. ബ്രഹ്മരുദ്രാദിദേവന്മാരെന്നല്ല ഈ കാൺമതൊക്കെയും അന്ത്യകാലത്തു നിന്നിൽ താൻ വന്നു ചേർന്നു ലയിക്കയാൽ. നീയല്ലാതൊരു കാലത്തും മറ്റൊന്നല്ല അവ നിശ്ചയം ബ്രഹ്മത്തിൽ നാമരൂപാതി കൽപ്പിതം തന്നെ സർവവും. എടുത്താ പൊന്താത്ത വേദാന്താണ്. എന്താ? നീയല്ലാതൊരു കാലത്തും മറ്റൊന്നില്ല. ഭഗവാനെ എപ്പോൾ ഏതൊരു കാലത്ത് അങ്ങ് മാത്രമേ ഉള്ളൂ. അങ്ങ് ഇല്ല എന്ന് വിചാരിക്കുന്നത് അജ്ഞാനികളാണ്. എന്ത് ഈശ്വരൻ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ നീയല്ലാതൊരു കാലത്തും മറ്റൊന്നല്ല അവ നിശ്ചയം ബ്രഹ്മത്തിൽ നാമരൂപാതി കൽപ്പിതം തന്നെ സർവവും. ആദികാരണമാം മണ്ണിൽ നിന്നു താൻ കാര്യമാം ഗുണം ഉണ്ടാവതും മുടഞ്ഞീടിൽ അതിൽ തന്നെ ലയിപ്പതും. മണ്ണിൽ നിന്നുണ്ടാക്കുന്ന മൺകലം ഉടഞ്ഞാൽ മണ്ണായി തീരുന്ന പോലെ എല്ലാം ബ്രഹ്മമയം.
ഉണ്ടാവതും ഉടഞ്ഞീടിൽ അതിൽ തന്നെ ലയിപ്പതും. ഇനി 13ാമത്തെ ശ്ലോകം എൻസർക്കിൾ ചെയ്തിട്ടുണ്ട്, ശ്രദ്ധിക്കണം. എന്താ അത്? ആകയാൽ ഋഷിമാർ നിന്നെ തന്നെയാം ഭക്തിപൂർവകം കീർത്തിപ്പത് അർപ്പിക്കുവതും ധ്യാനിച്ചിടുന്നതും പ്രഭോ. എന്താണ്? ആകയാൽ ഋഷിമാർ നിന്നെ തന്നെയാം ഭക്തിപൂർവകം കീർത്തിപ്പത് അർച്ചിക്കവതും ധ്യാനിച്ചിടുന്നതും പ്രഭു. ചെയ്വതും ചൊൽവതും പറയുന്നതും ചെയ്യുന്നതും ചിന്തിപ്പതും സർവവും ആവിധം. എന്താ പറഞ്ഞത്? ചെയ്വതും ചൊൽവതും ചിന്തിപ്പതും സർവവും ആവിധം എന്നിൽ താൻ അർപ്പണം ചെയ്യുന്നരുളി ചെയ്ത മാതിരി ഭഗവാനിൽ സമർപ്പിക്കണം. തട്ടിൻ പുറത്തു നിന്നാലും ഭൂമിയിൽ തന്നെയെങ്കിലും ഉറപ്പില്ലാതിടത്തെങ്ങും ഊന്നി നിൽക്കില്ല ബുദ്ധിമാൻ. താഴത്ത് നിൽക്കുകയാണെങ്കിലും മട്ടുപ്പാവിൽ നിൽക്കുകയാണെങ്കിലും നല്ല ഉറപ്പുള്ള സ്ഥലമായിരിക്കണം എന്ന്, ഇല്ലെങ്കിൽ മണ്ണൊലിച്ച് പോവും. അതന്നെ തദൈവയാവും. തട്ടിൻ പുറത്തു നിന്നാലും ഭൂമിയിൽ തന്നെ എങ്കിലും ഉറപ്പില്ലാതിടത്തെങ്ങും ഊന്നി നിൽക്കില്ല. ആര്? ബുദ്ധിമാൻ. അതാണല്ലോ ഈ ന്യൂ ജനറേഷൻ ആൾക്കാർ ഈ സെൽഫി എടുക്കാൻ വേണ്ടിയിട്ട് വൃക്ഷത്തിൻ്റെ മുകളിലും ടിപ്പ് ഓഫ് ദി റോഡ് അറ്റത്ത് പോയിട്ട് സെൽഫി എടുക്കും. ആ കിടക്കണം, അച്ഛനമ്മയ്ക്കും പോയി, ഭാര്യയ്ക്കും ഭർത്താവിനും കുട്ടികൾക്കും പോയി, അല്ലാണ്ട് ആർക്ക് പോയി? അത് ചെയ്തത്. ചെയ്വതും അപ്പോൾ തട്ടിൻ പുറത്തു നിന്നാലും ഭൂമിയിൽ തന്നെ എങ്കിലും ഉറപ്പില്ലാതിടത്തെങ്ങും ഊന്നി നിൽക്കില്ല ബുദ്ധിമാൻ. അവിടേക്ക് അവതാരം കൊണ്ട് ഐശ്വര്യം അണുമാഞ്ഞിട. ഭഗവാൻ ഇത്രയൊക്കെ അവതാരങ്ങൾ ചെയ്താലും ഐശ്വര്യം അണുമാഞ്ഞിട. ഒരു തലനാരഴയ്ക്കുള്ള ഐശ്വര്യം കമ്മിയാവില്ല. ബുദ്ധി ചിലപ്പോഴത്തെ ന്യൂ ജനറേഷൻ അമ്മമാരെന്താ പറയുക, എടാ ഡി നല്ല സ്നേഹിതന്മാർക്ക് നീ പഠിച്ചതൊന്നും പറഞ്ഞു കൊടുക്കരുത് കേട്ടോ എന്ന്. അത് വൺകത്തരാ. ആ പറഞ്ഞു കൊടുത്തതാണ് ഇവർക്ക് ലക്കായിട്ട് മാറുക. പറഞ്ഞ വിഷയമില്ലേ? അപ്പോൾ ഒരാൾക്ക് റാങ്ക് കിട്ടരുത്, എനിക്ക് മാത്രമേ കിട്ടാൻ പാടൂ എന്ന് പറഞ്ഞത് ബുദ്ധിയില്ലായ്മ കൊണ്ടാണ്. അപ്പോൾ അവിടേക്ക് അവതാരം കൊണ്ട് ഐശ്വര്യം മാഞ്ഞിട. മർത്യലോകത്തിൽ നീ അമ്പാർന്ന് ഓരോ ലീലകൾ ചെയ്യുകിൽ, സന്തോഷത്തോടുകൂടി ഓരോ ലീലാവിനോദങ്ങൾ ചെയ്യുകിൽ. ഭൂമി തൻ ഭാഗ്യമെന്നോർത്ത് ഭക്തോത്തംസങ്ങളൊക്കെയും ഹംസങ്ങളൊക്കെയും ആനന്ദമേൽക്കയാം പുണ്യകീർത്തന ശ്രവണാദിയാൽ. ഭഗവാന്റെ പുണ്യശ്രവണ കീർത്തന ശ്രവണാദിയാൽ ആനന്ദമേൽക്കാൻ സാധിക്കും. കള്ളു കുടിച്ച് തലകുത്തി മറിയേണ്ട ആവശ്യമില്ല. കൃഷ്ണ രാമ ഗോവിന്ദ രാമ കൃഷ്ണ ഗോവിന്ദ ഇങ്ങനെ ഉച്ചത്തിൽ പാടി നോക്കൂ, ആനന്ദം തന്നെ അനുഭവിക്കാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയി തീരട്ടെ നമ്മുടെ പ്രാർത്ഥന. നമസ്കാരം. നാളെ കാണാം.